വാത്സല്യ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ പെട്ടതായ നിബുവിൻ്റെ മകൻ നിഖിൽ കുര്യാക്കോസും, അതുപോലെ നമ്മുടെ ഇടവകയിൽപ്പെട്ടതായ ജെറാൾഡ്, ബിജോന്റെ മകൻ ജെറാൾഡ്, അതായത് വർഗീസ്, ഇത് രണ്ടുപേരും പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയിട്ടുള്ളതായ എല്ലാ ക്രമങ്ങളും നടത്തി അവർ ഒരുങ്ങി ഈ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരുങ്ങി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ ബാലൻ നടക്കേണ്ട വഴിയെ തന്നെ അവരെ അഭ്യസിപ്പിക്കണം എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുക്കി, അതിനുവേണ്ടി തയ്യാറാക്കി, അതിനുവേണ്ടി ഈ ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കുടുംബങ്ങളെ ദൈവതിരുസന്നിധിയിലോട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്ന കുര്യാക്കോസിനെയും വർഗീസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ അവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാനും, അതുപോലെ ദൈവത്തിന്റെ തിരുശരീര രക്തങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ അർപ്പിക്കപ്പെടുന്നതായ ആ ബലിപീഠത്തിലൂടെ ചേർന്ന് നിന്നുകൊണ്ട് ശുദ്ധിയോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ മക്കൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിന് വേണ്ടതായ ശുശ്രൂഷകൾ ഇപ്പോൾ നല്ല ഉന്നതിയും നിത്യവും യോഗ്യതയുള്ളവരായി തീരുമാനാകണമേ. നാടുകളെ കൈക്കൊള്ളുന്നവരും തെറ്റുകാർക്ക് ക്ഷമ നൽകുന്നവരും പാപങ്ങളെ പൊട്ടപ്പെടുത്തുന്നവരും തന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നവരുടെ കുറവുകളെ എല്ലാം ചെയ്യുന്നതുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകദൈവത്തിലെ കർത്താവേ, ലഘുവായ നിന്റെ മുഖത്തെ എടുക്കുവാനായിട്ട് സമീപിച്ചിരിക്കുന്ന നിന്റെ ദാസനെ നിന്റെ കരുണയാൽ പുണ്യപ്പെടുത്തണമേ. നിന്റെ കൽപ്പനകളെ ആചരിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. എന്തുകൊണ്ട് കർത്താവേ, നീ മാത്രം നല്ലവരും പാവമില്ലാത്തവരും കരുണാസമ്പന്നനുമാകുന്നു. ഈ നിന്റെ ദാസൻ പരിശുദ്ധമായ ശുശ്രൂഷകൾക്ക് വിളിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ജീവൻ നൽകുന്നവനാകുന്നുവല്ലോ. സകലത്തിന്മേലിന്റെ ഹൃദയത്തെ വിളിച്ചിരിക്കുന്നു. നീ വാഴ്ത്തപ്പെട്ടവനും സകലത്തെയും വിജ്ഞാനിയായ സൃഷ്ടാവേ, നിന്റെ കൃപയാൽ ആകാശത്തെയും ഭൂമിയും അവരുടെ സകലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു. പ്രത്യക്ഷങ്ങളും അപ്രത്യക്ഷങ്ങളുമായ എല്ലാ ആചാരങ്ങളെയും നിന്റേതായി നീ നിർമ്മിച്ചു. സ്വർഗത്തിൽ അനവതരം നിന്നെ സേവിക്കുന്ന ആത്മീയ ശുശ്രൂഷകരെ നിനക്കായി നീ നിയോഗിച്ചു. ഭൂമിയിൽ നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മൺമേരായ ശുശ്രൂഷക്കാരെ നീ തെരഞ്ഞെടുത്തു. സ്വർഗീയരുടെ ശുശ്രൂഷയിൽ അങ്ങേ എന്ന പ്രകാരം ഭൗമികരുടെ ശുശ്രൂഷയിലും അവിടുന്ന് സന്തോഷിക്കുന്നു. അവരുടെ സേവനത്തിന് തക്കവിധം വിവിധ ക്രമത്തിൽ അങ്ങയുടെ മധുവായിലെ ശുശ്രൂഷക്കാരെയും അവിടുന്ന് നിയോഗിച്ചു. ഇവർ സ്തോത്രകീർത്തനങ്ങളാൽ നിത്യവും അങ്ങയുടെ പരിശുദ്ധ തിരുനാമം ആദരിക്കുന്നു. അവരുടെ ശുശ്രൂഷകളിലും കീർത്തനങ്ങളിലും അവിടുന്ന് ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, വിനയത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ നിന്റെ ദാസരെ കടാക്ഷിക്കണമേ. ഇവർ നിന്റെ സ്തുതി ഗായകന്മാരുടെ ഗണത്തിൽ ചേരുവാൻ വാഞ്ചിച്ച് അനുവാദത്തിന്റെ കൈവെപ്പ് പ്രവേശിപ്പാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഇവരുടെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ മോചിക്കണമേ. ഇവരിൽ മനസ്സൂടാതെയോ വിചാരത്താലോ സംഭാഷണത്താലോ പ്രവർത്തനങ്ങളാലോ വന്നു പോയിട്ടുള്ള എല്ലാ കറകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഇവരെ നിർമ്മയിച്ച് വെടിപ്പാക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഇവരെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ വായിക്കുവാനും താല്പര്യമായി നിനക്ക് സ്തുതി പാടുവാനും സർവയോഗ്യതയിലും നിന്റെ ശുദ്ധസ്ഥലത്ത് ശുശ്രൂഷിക്കുന്നതിനും ഇവർക്ക് ബോധപ്രകാരം നൽകണമേ. ഇവരുടെ ആത്മശരീരങ്ങളെ വെടിപ്പിലും വിശുദ്ധിയിലും കാത്തുകൊള്ളണമേ. നിന്റെ ആലയങ്ങളിൽ ഇവർ ദൈവാശ്രയത്തിലും വിനയത്തിലും പെരുമാറുമാറാകണമേ. സ്വർഗീയ മാലാഖമാരിൽ എന്ന പ്രകാരം ഇവരിലും അങ്ങയുടെ സ്തോത്രങ്ങളിലും അവിടുന്ന് പ്രസാദിക്കണമേ. ആത്മശുദ്ധിയും ബോധനൈർമല്യവും
പരിശുദ്ധ ജീവിതവും വിനീത നടപടികളും വിവേകജ്ഞാനവും ഇവർക്ക് നൽകണമേ. ഇവരുടെ ആയുസ് മുഴുവൻ അങ്ങേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വാചനമായി തീരുമാറാകണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യാമർത്തമറിയാമ്മയുടെയും മോർഗീയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ സാധിക്കുമാറാകണമേ. സജീവനായ ദൈവത്തിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും പ്രഭാവത്തിനും തന്നെ പരിശുദ്ധ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധ മതവായാലെ സേവനം ചെയ്യുന്നവരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനുമായി കുര്യാക്കോസ് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. സജീവനായ ദൈവത്തിന്റെ മഹത്വത്തിനും ബഹുമാന്യത്തിനും പ്രഭാവത്തിനും തന്റെ പരിശുദ്ധ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധ മതവായിൽ സേവനം ചെയ്യുന്നവരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനുമായി വർഗീസ് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ബാറക്മോ സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന വിശുദ്ധ തൃത്വത്തിന്റെ ബഹുമതിക്കും ശ്രേഷ്ഠതയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശ്വസഭയുടെ സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഈ തിരുവസ്ത്രം ആഘോഷിക്കപ്പെടുന്നു. ബാറക്മോ വൈഷ്മോദാവോ ഉണ്മയിലൊന്നാം തൃത്വത്തിൽ ഉന്നതിയതിനും തന്റെ സഭയുടെ ശാന്തിയോ നന്മയ്ക്കും സംഗതിയാകാം. കർത്താവിൻ തിരുസഭ തന്റെ ഉഹിതമതിനും ശാന്തിക്കും സർവസിന്ധൻ ഭവനേതാ നല്ലൊരു തൈ പോലെ കർത്താവിൻ തിരുസഭ തന്റെ ഉൾഗതിയതിനും ശാന്തിക്കും സർവേശൻ തൻ ഭവനേ ഞാൻ നല്ലൊരുവിൻ തൈ പോലെ ഉണ്മയിലൊന്നാം തൃത്വത്തെ ഉന്നതിയതിനും തിരുസഭയുടെ ശാന്തിക്ക് നന്മയ്ക്കും സംഗതിയാകാം. ദൈവമേ, എൻ്റെ ബലിപീഠത്തിൽ എൻ്റെ പൈതൽ പ്രവൃത്തി സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു.